അമ്മേ കല്ല് ബാക്കി ഉണ്ടാവുക. രാവിലെ തന്നെ ഈ ഒരു സൗണ്ട് കേട്ടാണ് ഞാൻ എണീക്കുന്നത്. ഇമാതിരി തിരുമ്പലാണെങ്കിൽ ഷർട്ടിന്റെ കുടുക്കൊക്കെ 5 ബൈക്കാവും. അപ്പോഴാണ് വീടിന്റെ തൊട്ടപ്പുറത്തുള്ള സാറേച്ച വിളിക്കുന്നത്. വീട്ടിന്റെ മേലെ റൂമിൽ നിന്നുണ്ട് പൂച്ച കരയുന്ന ഒന്ന് വന്ന് നോക്കുമെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ ചെന്ന് നോക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു സ്ഥിതി. 3 പൂച്ചക്കുട്ടികളുണ്ടായിരുന്നു. അച്ചി ചത്തുപോയി. 3 നനഞ്ഞിട്ട് ഭയങ്കര അവസ്ഥയിലായിരുന്നു, ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ നിന്ന് മെല്ലെ എടുത്ത് താഴേക്ക് കൊണ്ടുവന്ന് അവിടുന്ന് ഒരു പെട്ടിയിലാക്കി അതിന് ഒരു ചെറിയ സെറ്റപ്പൊക്കെ ആക്കി കൊടുത്തു. അപ്പോഴാണ് അമ്മ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അമ്മക്കൊക്കെ കാണിച്ചു കൊടുത്ത് നേരെ അതിനെ പെട്ടിയിലാക്കി. അപ്പോഴാണ് പാല് കൊടുക്കണ്ടേ എന്നുള്ളൊരു തോന്നൽ വന്നത്. ഈ ഒരു അവസ്ഥ കണ്ടിട്ട് എനിക്ക് ഭയങ്കര സങ്കടമായി. കാരണം അത് ജനിക്കുമ്പം തന്നെ അമ്മ മരിച്ചു പോയി, ഒരു തുള്ളി പാല് പോലും കിട്ടാത്ത അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കണ്ടേ, ഭയങ്കര സങ്കടമായി. അപ്പം ഞാൻ നേരെ ആയഞ്ചേരി പോയിട്ട് അതിന് പാല് കൊടുക്കാനുള്ള ഒരു സെറ്റപ്പ് റെഡിയാക്കി. എന്നിട്ട് അതും കൊണ്ട് നേരെ വീട്ടിൽ വന്നു പാല് കൊടുത്തു. പാല് കൊടുക്കാം. ഇത് രക്ഷപ്പെടുകയോ ഇല്ലയോ ഒന്നും അറിയില്ല. എന്നാലും നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ ഒരു തുള്ളി വെള്ളം അതിന് കൊടുത്തു കഴിഞ്ഞാൽ അത് വലിയൊരു ഉപകാരമല്ലേ എന്ന് വെച്ചിട്ടാണ് ഈ ചെയ്യുന്നത്. അച്ചി അത്തുപോയി. ഇതിങ്ങനെ കൊടുക്കുക, ഇങ്ങനെ കൊടുക്കല്ലേ? ആടെ കുടിക്കുന്നുണ്ടല്ലേ? കുടിക്കുന്നില്ല ലേക്ക래? അങ്ങനെ കുടിക്കാനൊന്നും കുടിക്കുന്നുണ്ട്. ഒക്കെ അതിന് ദേശം ഒരു സമാധാനം കിട്ടിക്കോട്ടോ. ഇറക്ക് വെള്ളം വയറ്റി പോയാൽ സോഷ്യൽ വർക്ക്. അടിച്ചിക്കിടാണ്ട വയറ് കടിച്ചേ. അതെ ആ വയറ് കടിച്ചിക്കിടാണ്ട് ആവല്ലേ. രണ്ടാമത്തെ ദിവസമായപ്പോൾ തന്നെ ഒരു കുട്ടി ചത്തുപോയി. രക്ഷപ്പെടൂല നിനക്ക് തന്നെ 110% ഉറപ്പുണ്ടായിരുന്നു. എന്നാലും നമ്മളെ മുന്നിൽ ഒരു കുട്ടി ഇങ്ങനെ നിൽക്കുമ്പോൾ അതിന് തുള്ളി വെള്ളമെങ്കിലും കൊടുത്തില്ലെങ്കിൽ പിന്നെ നമ്മളെന്തിനാ മനുഷ്യന്മാരാന്ന് പറയുന്നത്? നടക്കുന്നുണ്ട്. മൂന്നാമത്തെ ദിവസം ഞാൻ വേഗം അവിടത്തേക്കാണ് ഫസ്റ്റ് പോയത്. നേരെ നോക്കുമ്പോഴോ ബാക്കി 2 കുട്ടികളും ചത്തു. എന്നാലും കുറച്ച് വെള്ളം കൊടുത്തു എന്നുള്ളൊരു സന്തോഷം എനിക്ക് ഉണ്ട്.